സിബിയിലേക്ക് പോവുകയാണ്. സിബി, ഗുഡ് മോർണിംഗ്. ആരോ കാത്തു നിൽക്കുന്നവരുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. എന്തായി അഹമ്മദാബാദിൽ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മൊത്തത്തിൽ അഴിച്ചുപണി വേണമെന്നാണ് പറയുന്നത്. അഹമ്മദാബാദിൽ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി നടന്നു. ഇന്നലെ അഹമ്മദാബാദിൽ എന്തായാലും ഇന്നലെ AICCയുടെ സമ്മേളനം, വിപുലമായ സമ്മേളനവും പ്രവർത്തക സമിതി എല്ലാം തന്നെ വിശാല പ്രവർത്തക സമിതി യോഗം എല്ലാം അവസാനിച്ചു. നിർണായകമായ പല തീരുമാനങ്ങളും, കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുന്ന പല തീരുമാനങ്ങളും എടുത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മടങ്ങിയിട്ടുണ്ട്, നേതാക്കളെല്ലാം മടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എടുത്തു പറയേണ്ടത് 2022 സമാനമായ രീതിയിൽ ചിന്തൻ ശിബിരമൊക്കെ നടത്തി കോൺഗ്രസ് വലിയ പുതുജീവൻ നൽകാൻ വേണ്ടിയെല്ലാം തീരുമാനമെടുത്ത് മടങ്ങിയിരുന്നു. പിന്നീട് ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളൊക്കെ എത്രത്തോളം നടപ്പാക്കി എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ വേണ്ടി ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും, പ്രത്യേകിച്ച് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ജന്മനാടായ ഗുജറാത്തിൽ നിന്ന് തന്നെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നലെ ചില തീരുമാനങ്ങൾ എടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DCCകളെ വിപുലീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. പണിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിന്നാൽ മതി, പണിയെടുക്കാൻ കഴിയാത്തവർ ഒഴിഞ്ഞു പോകുക, അതോടൊപ്പം തന്നെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കുക എന്നുള്ള പ്രഖ്യാപനമാണ്, നിർദ്ദേശമാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ നൽകിയത്. DCCകൾക്ക് കൂടുതൽ പുനഃസംഘടന നൽകുമ്പോൾ ഒരു DCC അധ്യക്ഷനെ അധ്യക്ഷനെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ DCC അധ്യക്ഷൻ വരുന്ന അധ്യക്ഷൻ ഇനിയൊരു 3.5 വർഷത്തേക്ക് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരിക്കേണ്ട എന്നൊരു നിലപാട് കൂടി പ്രവർത്തക സമിതി എടുത്തിട്ടുണ്ട്. മറിച്ച് ഒരു വർഷത്തിനുള്ളിൽ DCC അധ്യക്ഷനായ ചുമതലയേറ്റാൽ ഒരു വർഷത്തിനുള്ളിൽ ബ്ലോക്ക് മണ്ഡലം അടക്കമുള്ള എല്ലാ അധ്യക്ഷന്മാരെയും എല്ലാ പുനഃസംഘടനയും പൂർത്തീകരിച്ച് കൃത്യമായി പ്രവർത്തന ശൈലി കണ്ടുകൊണ്ട് വേണം ഒരാളെ നിയോഗിക്കാൻ എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഇനി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒരു വിശാലമായ പുനഃസംഘടനാ വർഷമായിട്ട് 2025 ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു പുനഃസംഘടന ഉണ്ടാകും. അതൊക്കെ എത്രത്തോളം ഈ ഒരു പുനഃസംഘടന വെല്ലുവിളിയാകുന്നതിലൊക്കെ എല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തന്നെ ഒരു പുനഃസംഘടനയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് എന്ന് പറയാം. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ തന്നെ ഈ മാസം 15-ാം തീയതി ഒരു മീറ്റിംഗ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും പങ്കെടുക്കും. പിന്നീട് 28-ാം തീയതി രാജസ്ഥാനിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ നേരിട്ട് എത്തിക്കൊണ്ട് തന്നെ ഈ യോഗങ്ങൾ വിളിച്ചു വരുത്തി പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ സമ്മേളനം അവസാനിച്ച് ഇന്ന് പ്രവർത്തകരെല്ലാം തന്നെയും മടങ്ങിയിട്ടുണ്ട്. ശരത്ത്, ശരി. ഏതായാലും അഹമ്മദാബാദിൽ നിന്ന് സിബിയും ദില്ലിക്ക് മടങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഈ ലൈവും ഈ വിവരങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവച്ചത്. താങ്ക് യു സിബി. താങ്ക് യു.